അപ്പോൾ ഗൈസിന് ചെറിയൊരു വീഡിയോ ആണ്. അതായത് നമ്മളെ 800 മൈലേജ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എത്ര കിട്ടുന്ന ഏകദേശം നമുക്ക് നോക്കാം. ആക്കി ഏകദേശം എത്ര കിട്ടും എന്താ കാഴ്ചപ്പാടില്? ഞാൻ പറയുന്ന ഏകദേശം ഒരു 20 കിട്ടുന്നു. നമുക്ക് ഏതായാലും വീഡിയോ കണ്ടോക്കാം. അഗിയാണ് വണ്ടി ഓടിക്കാൻ പോണ്. അപ്പോൾ അഗി നിങ്ങൾ ഓടിക്കുന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അഗി പക്കായിട്ട് ഓടിച്ചാൽ നമുക്ക് ആ മൈലേജ് കിട്ടും. ഞാൻ ഏകദേശം 20 പറയുന്നത് നമുക്ക് നോക്കാം. കുറച്ച് ട്രാഫിക്കൊക്കെ ചിലപ്പം കുടുങ്ങും, ചിലപ്പോൾ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾ കണ്ടോക്കാം. ലൈക്ക് അടിക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചോളി കേട്ടോ. വയസ്സ് നമ്മളെ കൊറിയറും കട്ടിങ്ങും ഓടി ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും വണ്ടിയിൽ വെച്ചു. ഇത് കട്ടിങ് കൊടുക്കാനുള്ളതിന് ഒന്ന് കാർപ്പേറ്ററിൻ്റെ അവിടെ, ഒന്ന് എന്താ പെട്രോൾ ഫിൽറ്ററിൻ്റെ അവിടെയും കൊടുത്തിട്ടോ. നമ്മൾ നേരല്ലേ അപ്പം നമ്മൾ ആ മരത്തുമ്പോൾ കുറച്ച് ചാമ്പൊക്കെ ഓടിച്ചിരുന്നു ഇതായിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ കുപ്പിക്ക് കാണിച്ചാൽ കൊടുത്തു. അത്ര ഇങ്ങനെയൊക്കെയാ. അപ്പോൾ കഴിച്ച് ഇത് 100 റുപ്യൻ്റെ എണ്ണയാണ്. ഞാൻ അങ്ങനെ കാലായിട്ട് ലോക്ക് ചെയ്യാം. സീറ്റ് ബെൽറ്റ് ഇട്ടോ. അപ്പോൾ ഇത് 100 റുപ്യ. അവിടെ ഇപ്പം തന്നെ ആ മേലേക്ക് പോയിട്ട് വരികയാണ്. വരും പൈസ. നമ്മൾ കുറച്ച് ചാമ്പൊക്കെ ഒടിച്ചിന് 3-4 ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ, അതായത് അവിടെ കിട്ടാം 91 കിലോമീറ്റർ. 91 നമുക്ക് 110 20 കിലോമീറ്റർ കിട്ടിയിട്ടാ. അല്ല 110 20 കിലോമീറ്റർ കിട്ടി 110. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്. നമ്മളെ സ്പീഡിൻ്റെ ഇത് കയറിയിടിക്കല്ലോ. നമ്മൾ 4 തന്നെ ഇട്ട് പോവാ. കുറയ്ക്കണ്ട, ബ്രേക്ക് ഇടണ്ട അധികം. ബ്രേക്ക് തന്നെ വേണ്ട. സ്പീഡ് കയറി നമ്മൾ 40 തന്നെ പോവുള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് ആ മൈലേജ് കിട്ടുള്ളൂ. ചാമ്പക്കല്ലേ ആരാൻ്റെ പറമ്പത്തേണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഏകദേശം 2 കിലോമീറ്റർ ആയി അല്ലേ? 2 കിലോമീറ്റർ ആയി. നമ്മളെ എണ്ണൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയായി. കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട് കുഴപ്പം, കടിക്കാൻ പറ്റില്ല. എല്ലായിടത്തന്നെ ഞാൻ ലോക്ക് ചെയ്തില്ല. ഇവിടുന്ന് ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റുമോ? പോട്ടെ. ഒരു ഏകദേശം 40 കുറയ്ക്കണ്ട കേട്ടോ. എന്താ പറയുക, 40 കുറച്ച് നമുക്ക് മൈലേജ് കിട്ടൂല. പിന്നെ നമ്മൾ കറക്റ്റ് 1 ലിറ്റർ എണ്ണ അല്ല മേടിച്ചിട്ടുണ്ട്. 100 റുപ്യൻ്റെ എണ്ണ. 1 ലിറ്റർ എണ്ണയിലെ ശരിക്കും ഈ വണ്ടി സ്വാഭാവികം കിട്ടല് 18-20. പക്ഷെ നമുക്ക് എത്ര നമ്മളെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 9 ഇല്ല, അങ്ങനെ മൈലേജ് ഇല്ല ഗൈസ്. അപ്പോ നമുക്ക് ഇത് നോക്കാം. സൗണ്ട് ഇടാതെ നമുക്ക് എത്ര മൈലേജ് കിട്ടും. സൗണ്ട് ഇട്ട് ഞാൻ നോക്കിയിട്ട് ആകെ 9 മൈലേജ് കിട്ടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം എത്രയെന്ന്. ഒരു മാക്സിമം ഒരു 18 കിട്ടിയാൽ മതി. അക്കി 18 പറഞ്ഞു, ഞാൻ 20 പറഞ്ഞത്. ഈ വണ്ടി നമ്മളെ കുറച്ചൊന്ന് ചവിട്ടി ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഗീറ് മാറിയിട്ടില്ല ഇപ്പോഴും അല്ലേ? മാറിയിട്ടില്ലല്ലോ. അപ്പോൾ ഏകദേശം 4 കിലോമീറ്റർ അല്ലേ? 4 കിലോമീറ്റർ. ഒരു ചാമ്പയ്ക്കും കൂടി ഉണ്ട്. ഇതാക്കി ഇന്നത് കുറച്ച് ഗീഡ് ഇത് കുറച്ച് ഇത് കഴിക്കേണ്ടി വരും ഗൈസ്. അടിയിൽ ഓട്ടൊക്കെ ഉണ്ട്. ബ്രേക്ക് ഔട്ടർ കേട്ടോ. കുറച്ച് മെല്ലെ സ്പീഡ് കുറച്ചാലും ബ്രേക്ക് ഔട്ടർ. ഏകദേശം എത്ര കിലോമീറ്റർ ആയി? 5 കിലോമീറ്റർ ആയി ഗൈസ്. പിന്നെന്താ അറിയോ, നമുക്ക് ഇങ്ങനത്തെ കയറ്റ റോഡല്ല ശരിക്കും കിട്ടുന്നത്. ശരിക്കും കാരണം ഒറ്റ റോഡ് കിട്ടണം, എന്നാലും നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യാൻ വേണം. ഒരേ ഗിയറിലിട്ട് നമ്മൾ ഒരു 40 പോയിട്ട് എത്ര കിട്ടും. അപ്പോ നമ്മള് ഇതേമാതിരി ഇങ്ങനെ പോണം. ഫസ്റ്റ് നമുക്ക് കൊറിയർ കൊടുക്കാണ്ട് പിന്നെ നമുക്ക്
ഓ ആ ഏട്ടാ ഭയങ്കര ചടങ്ങാ ഗൈസ്. ആ ഏടാ അവർ ഇറക്കിറങ്ങി പോവാണ്ട. അപ്പം നമ്മളെ മൈലേജ് കുറച്ച് കട്ടർ റോഡ് ഉണ്ട്. കട്ടറല്ല, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള റോഡ്. എന്നാലും മാക്സിമം നമുക്ക് നോക്കാം. സൈഡ് കൂടെ അല്ലേ അവിടെ? ആ അത് വേറെ ഉണ്ട്. കൊറിയർ എടുക്കുമ്പോൾ അങ്ങനെ വേറെ ഒന്നുമില്ല ഗൈസ്. ഇപ്പം ഏകദേശം എത്ര കിലോമീറ്ററായി? ഏകദേശം 6 കിലോമീറ്റർ ഗൈസ്. എണ്ണ പകുതി ഉണ്ട്. പക്ഷേ ആ നോക്കാം. ഇവിടൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് റോക്സ് ഗൈസ്. റോക്സിക്ക് ഇഷ്ടമായിട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ബാറിക്ക് വരിക. ബാർ ഇവിടെ ഉണ്ട് എൻ്റെ വക, ഫ്രീ ആയിട്ട്. എല്ലാവരും വന്നിട്ട് ടാസിന്റെ പേര് പറഞ്ഞ് കുടിക്കുക. എൻ്റെ പേര് പറഞ്ഞ് കുടിക്കുക. ബാർ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിന്നൊക്കെ നമ്മൾ സെക്കൻഡിക്ക് മാക്സിമം സെക്കൻഡ് കിട്ടുമോ ഇതോ വണ്ടി ഓവർ വലിപ്പിക്കണ്ട. അപ്പോൾ സെക്കൻഡ് കിട്ടും. ഇവിടെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു പെൺകുട്ടി ബൈക്ക് ഓടിച്ച് പോകണം. ഞാനുള്ള നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളയാണ്. ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വളയും. നമ്മൾ കൊറിയർ കൊടുക്കുക, ഡയറക്റ്റ് നമ്മളിവിടെ എത്തിട്ടോ. കുറച്ചിട്ട് പൊക്കണം. സമ്പാദ്യമാണ്. ഓണാക്കിട്ടോ ഇവിടുന്ന് ആ സൗണ്ട് പോകാൻ വേണ്ടിട്ട് പെൺകുട്ടികളുണ്ട് ഗൈസ്. ഒരു ബെൽറ്റിന്റെ ഒച്ച വരുന്നുണ്ട്. കിരി 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 എന്നുള്ള ബെൽറ്റ് മാറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ ബെൽറ്റ് മാറ്റുന്ന വീഡിയോ. ഇങ്ങനത്തെ റോഡില് ഗൈസ് നമുക്ക് ഇതിപ്പോ കണ്ട ഫുള്ള് കട്ടർ റോഡാ വന്നിങ്ങനെ. കട്ടർ മാത്രല്ല ഗൈസ്, ഒരു പൊണ്ടച്ചി വണ്ടി അയാളെന്നായിരുന്നു ഗൈസ്. സോറി അങ്ങനെ. അപ്പൊ ഗൈസ് ഏകദേശം ഇവിടൊക്കെ ബ്ലോക്കാണ്. പക്ഷെ എത്ര ആയി മൈലേജ്? അല്ല എത്ര കിലോമീറ്റർ ആയി? 7 കിലോമീറ്റർ ആയി ഗൈസ്. കറക്റ്റ് 7 കിലോമീറ്റർ. പക്ഷെ നമുക്ക് കുറെ ബ്ലോക്കും കിട്ടി. പിന്നെ നമ്മളിപ്പോ കൊറിയർ കൊടുത്ത ഇടയിന്ന് കുറച്ചൊരു ചടങ്ങ് കിട്ടി. കുറച്ച് അജി സൗണ്ടും വലിച്ച്. പക്ഷെ എന്നാലും മാക്സിമം ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇതേമാതിരത്തെ ആൾക്കാരെ ശ്രദ്ധിക്കണം. ഫോൺ വിളിച്ചിട്ടാണ് അതിനും കൂടി. ഇവിടെ പിടിച്ചോട്ടോ. ഫുള്ള് എൻജോയ്മെന്റ് ആട്ടോ ഗൈസ്. പുറത്തേക്ക് ടൗൺ ആണ് ഗൈസ്. അവിടെ എന്തോ വേല ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട് ഗൈസ്. ഉത്സവത്തിന് ഞാനില്ല. നമ്മളെ കൂട്ടാണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് വേറെ. അപ്പൊ ഗൈസ് ഏകദേശം പകുതിയായി. പക്ഷെ ഇവിടെയൊക്കെ ട്രാഫിക്കാ ഗൈസ്. അല്ല സോറി, ട്രാഫിക്കാണ്. ഇവ നമ്മളെ വെടിയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ, നോക്കിക്കോ ആരെ തുപ്പണ്. നോക്കിക്കോ തുപ്പുന്നോണ്ടാ വണ്ടീന്റെ ക്രോസ് ചെയ്യാ തുടച്ചിട്ട് പോവുക. വണ്ടി എന്തോ പ്രശ്നമായിക്കണം. മട്ടന്നൂർ ഇരട്ടി പൈപ്പ് കറക്റ്റ് അടിയിൽ തട്ടിയിട്ടില്ലേ ഗൈസ്? ഇനി നമ്മൾ കറക്റ്റ് മൈലേജിൽ പോകുന്നതാണ് ഗൈസ്. നമ്മൾ നോ ഓവർടേക്ക്, നോ വണ്ടി കടത്തി വിടൽ. ഈ ലാസ്റ്റ് ഇങ്ങനെ ഗൈസ് നമ്മളെ 12, 14 അവിടെ നിന്നുള്ള ഘട്ടങ്ങളാണ് വൺ ടാസ്ക്. അപ്പൊ മക്കള് ഗൈസ്, മക്കളെ അവിടെ അല്ല നമ്മള് തേടി കിട്ടളാ. ഇവിടെ കൊടുക്കാല്ലേ? ഇവിടെ കൊടുക്കാല്ല ഗൈസ്. ഇവിടെ മുളകൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ബ്രേക്ക് പിടിച്ചത്. ബസ്സുള്ളവര് മുളക് വാങ്ങാൻ പോയി. ഈ ബസ് കട്ട് ചെയ്ത് ഈ ബസ്സുകാരൻ കറക്റ്റ് ഡ്രൈവറാണ്. പക്ഷെ പറ്റ മെല്ലെ പോകണം ഇയാള്. ഫുള്ള് പോക്ക് ഗൈസ്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്തു, ഫസ്റ്റിക്കാക്കി, സെക്കൻഡിലേക്ക് വേറൊന്നും കാട്ടാൻ പറ്റില്ല. ഫുൾ ബ്ലോക്കാണ്. പക്ഷെ എണ്ണ പൈതയുള്ളൂ. ഏകദേശം ഒരു കുറച്ച് കിലോമീറ്ററിന് ഇങ്ങനത്തെ ബ്ലോക്ക് കിട്ടി കഴിച്ച് നമുക്ക് രാത്രിയൊക്കെ നോക്കിയാലാണ് പരിപാടി സക്സസ് ആവുള്ളൂ. ഇങ്ങനെ ത്രോട്ട് നമ്മൾ ഒരേ ലെവലിലാണ് ഞാൻ വിചാരിച്ചത് മൈലേജ് നോക്കാം. ഇതിപ്പോൾ ലോക്കലോട്ടായി കരണ്ട വണ്ടി.
ബാക്കിൽ താർ റോക്സ് ഉണ്ട് കേട്ടോ ഗൈസ്. റോക്സ് പുതിയത് എടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ നിൽക്കണം കേട്ടോ, പുതിയ സാധനമാണ് റോക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് സൈഡാക്കി പിടിക്കാം. റോക്സ് മാട്ട ലുക്കാ ഗൈസ്. ഇപ്പം എത്ര ഏകദേശം ഗൈസ്? ഏകദേശം 10 കിലോമീറ്റർ നമ്മൾ ഓടി. 10 കിലോമീറ്ററായി ഏകദേശം. എണ്ണ ഇത്ര ഉള്ളൂ. ഇനി ഒരു നോക്ക് എത്ര കിലോമീറ്റർ നമുക്ക് ഓടുന്നു ഏകദേശം നോക്കാം. ഈ ബസ് എപ്പോഴോ തുടങ്ങിയത് നമ്മളപ്പോൾ. ഒരു ഉറപ്പായി 12 കിലോ. അപ്പൊ 12 നമ്മളെ വണ്ടി മൈലേജ് കിട്ടി. കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടില്ലേ? 18 കിലോമീറ്റർ എന്തായാലും കിട്ടിയിരിക്കും. ഞാൻ പറയാം, ഞാൻ ഓടിക്കില്ല 18. ഞാനെന്താ പറയാ, 1 ലിറ്ററിൽ 20 കിട്ടുമോ അങ്ങനെയാണ് കണക്ക്. പക്ഷെ അത് 100 റുപ്യൻ്റെ എണ്ണ ഉള്ളതിന്. അപ്പോൾ നമുക്ക് 18 കിട്ടിയാലും മൈലേജ് കൂടുതൽ കിട്ടണമല്ലോ നമുക്ക് സന്തോഷം. നമ്മളിവിടെ ലോക്കലൊക്കെ അങ്ങനെ ഓടുമ്പോൾ മൈലേജ് മസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസിക്ക് റോക്സിൻ്റെ ഈ ബാക്ക് ലുക്കാണ് ഇഷ്ടപ്പെടാത്തത്. ഈ ഒരു ബാക്ക് മാത്രം, ബാക്കി മൊത്തമൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ബാക്കൊന്നും അവർ ചുരുക്കി, എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി മൊത്തം ഗുഡാണ്. വണ്ടി ഫ്രണ്ട് ടയറൊക്കെ കുറച്ച് ബ്രേക്ക് കുടിക്കാണ്ട് എങ്ങനെ വളയ്ക്കാൻ 1 ഇഞ്ചാണ്. ബാക്കിക്ക് എന്തോ കാണിച്ചു തരാണ്ട് കാണിച്ചു. ബ്രേക്ക് കുടിക്കാണ്ട് വലിയ അവിടെ വളയ്ക്കും. അതാണ് അകി ഇപ്പോൾ പഠിപ്പിച്ചു തന്നെ കേട്ടോ. എല്ലാവരും പഠിക്കേണ്ട കാര്യമാണ്. എണ്ണ ഏകദേശം പൊട്ടിക്ക് എത്തിക്കണ്. അപ്പോൾ എത്ര കിലോമീറ്റർ ആയത്? എത്ര ആക്കിയാ അറിയില്ല ഗൈസ്, കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 16 കിലോമീറ്റർ ആയി ഗൈസ്. 16 ഉറപ്പ്. ആ നമ്മൾ എത്രയിലെടുത്ത് കാരണം 91-ലെടുത്ത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 16 കിലോമീറ്റർ ആയി. എണ്ണ ഏകദേശം ഒരു കിലോമീറ്ററും കൂടി പോകാനുണ്ട്. 2 കിലോമീറ്റർ ഞാൻ പോകും. 2ഉം പോകും, ചിലപ്പോൾ 3ഉം പോകും, പറയാൻ പറ്റൂല ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം നമ്മളെ വണ്ടി 16 കിലോമീറ്റർ 16 കിലോമീറ്റർ ഓടിക്കണം ഇപ്പോൾ ഏകദേശം നമ്മളെ വണ്ടി. പിന്നെ ഇനി ഒരു 2 കിലോമീറ്ററും കൂടി ഓടുന്നാണ് വിചാരിക്കുന്നത്. അത്രയും കുറച്ച് എണ്ണ ഉള്ളൂ കേട്ടോ ഗൈസ്. പറഞ്ഞ മൈലേജ് ആക്കിയിരിക്കും. ശരിക്കും നമുക്ക് ഇവിടെ എത്തേണ്ട സ്ഥലം എത്തിക്കണം. പക്ഷെ നമ്മൾ ഈ എണ്ണം കൂടി കയറ്റാനുള്ള ഒരു പ്ലാനിലാണ്. ഒരു 18 ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ 19 എന്തായാലും 19 ആവും കിട്ടുക എന്നുള്ള ഒരു തോട്ടിലാണ്. ചിലപ്പം 19 ആവും കിട്ടുക, പറയാൻ പറ്റില്ല നമുക്ക് എത്ര കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളെ ഈ വണ്ടിയുടെ മൈലേജ് കണ്ടിട്ട് അജി വരെ നെട്ടു. ശരിക്കും 17 ഇപ്പം നിലവിൽ കിട്ടിക്കാണ്ടിരിക്കുക വണ്ടി. ഇത് മിക്കവാറും 20 ആവും. ഇത് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കണേ അതാ എത്ര 8 ആയി അവിടെ. അപ്പോൾ 17 മൈലേജ് നിലവിൽ കിട്ടിയിരിക്കണ്. എണ്ണതാ എത്രയുണ്ട്. അപ്പോൾ അജി പറഞ്ഞ 18ഉം ഞാൻ പറഞ്ഞു കഴിയുന്നുണ്ട്. അജി 18ആ പറഞ്ഞത്, ഞാൻ 20ആ പറഞ്ഞത്. 20ഉം അല്ല 18 എന്തായാലും കഴിയും. നമുക്ക് 19ഓ 20ഓ നമുക്ക് നോക്കാം. 20 കിലോമീറ്റർ ഇപ്പൊ അജി മാറ്റി പറഞ്ഞ് 20 കിട്ടുന്നു. ഞാൻ വിചാരിക്കുന്നു ചിലപ്പോ 21 കിട്ടും. പക്ഷെ നമുക്ക് കുറെ കട്ടറും കാര്യങ്ങളൊക്കെ കിട്ടി. എന്നാലും വണ്ടി പുലിയാട്ടോ ഗൈസ്. ഇപ്പൊ എത്രയായി? അങ്ങനെ 18 കിലോമീറ്റർ. 18 അജി പറഞ്ഞ 18ഉം കിട്ടിയിരിക്കുന്നു ഗൈസ്. പക്ഷെ നമ്മളെ വണ്ടി മൂടാട്ടോ ഗൈസ്. നമുക്ക് കുറച്ച് കട്ടറും സാധനങ്ങളൊക്കെ ഓടിക്കാൻ അടിപൊളി ഗൈസ്. ബ്ലോക്ക് കിട്ടിയിട്ട് നമ്മളെ വണ്ടി ഈ താർ റോക്സിനും താറും അതിനൊന്നും കാര്യമില്ല. 800. അപ്പോൾ ഗൈസ് നമ്മളെന്താ പറയുക, ബ്ലോക്ക് കിട്ടിയിട്ട് വരെ ഇപ്പോൾ വണ്ടി നിലവിൽ 18 കിട്ടി. നമ്മളെ എണ്ണ എത്ര ഇരിക്കുന്നുണ്ട്? അതായത് എണ്ണ ഇങ്ങൊക്കെ തോന്നുന്നു 1 കിലോമീറ്റർ എങ്ങനെ കഷ്ടിച്ചു ഓടും. എന്താ പറയുക, കളറ് ഓൾമോസ്റ്റ് മങ്ങി. അപ്പോൾ ഇനി ഇരുട്ടായി തുടങ്ങി ഏകദേശം. എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. അജയ് ജി തേജസിന് വേണ്ടി ഇത്ര മൈലേജ് കിട്ടിയെന്ന് ആരോടും പറയരുത് കേട്ടോ. മൈലേജ് ഉണ്ടായിക്കോട്ടെ, മൈലേജ് കിട്ടിയ നമുക്ക് പറയണ്ട. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടിക്ക് ഇളക്കൊക്കെ തുടങ്ങി. എണ്ണ കിട്ടായിട്ടുള്ള ഇളക്കം. 20 കിലോമീറ്റർ അങ്ങനെ കിട്ടിയല്ലോ. വണ്ടി കുറച്ചും കൂടി എണ്ണ ഉണ്ട്. ആ എണ്ണയും കൂടി പോട്ടെ. ഇത്ര കുറച്ചും കൂടി എണ്ണ ഉണ്ട്. വണ്ടി ഏകദേശം നിന്ന്. അയ്യോ. അപ്പോൾ ഗൈസ് ഏകദേശം വണ്ടി ഇപ്പം നിലവിൽ 20 മൈലേജ് ഉണ്ട് കിട്ടിയിരിക്കണ്.
പക്ഷെ എണ്ണ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ആ പൈപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് വണ്ടി ഓഫായത്. അപ്പോൾ ഈ എണ്ണയിട്ട് ഇനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പോകും. വണ്ടി ഏകദേശം മൈലേജ് നമുക്ക് പറയുകയാണെങ്കിൽ 22 കിട്ടും തോന്നുന്നു. എണ്ണ കുറച്ചും കൂടി ബാക്കിയുണ്ട്. എത്ര പറഞ്ഞു 20 മൈലേജ് ഈ വണ്ടിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒട്ടും വിശ്വസിക്കാത്തൊരു കാര്യമായി. കാരണം 9ഉം 10ഒക്കെ കിട്ടുന്ന ഈ വണ്ടി, അതും സൈലൻസർ ഞങ്ങൾ മാറ്റിയായിരുന്നു. ഇതിന്റെ പേരിൽ ഞങ്ങളെ പിടിക്കാനോ ഇതാക്കാനോ വന്നാൽ ഞങ്ങൾ എണ്ണ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. ഇത് പെട്ടെന്ന് കഴിഞ്ഞു. ഇത് ഇവിടുന്ന് വളക്കേ വളക്കി ഇപ്പൊ കഴിയണ എണ്ണ പെട്ടെന്ന് കഴിയുന്നുണ്ട്. നമുക്ക് കട്ടറിൽ വേറെ ഓടിയിട്ട് നമുക്ക് 20 കിട്ടി. ഒരു തുള്ളി എണ്ണുള്ളൂ. കാണുന്നുണ്ടോ? ഇരുട്ടായി തുടങ്ങിയതാ. ആ പൊടി 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 പൊടി. അയ്യോ ഗായ്സ്, അത്ര കൊടുക്കലടാ, അത്ര കൊടുക്കലടാ ഗൈസ്. 21 കിലോമീറ്റർ ഗൈസ്. 21ആയി. ഒരു പൊടി എണ്ണുള്ളൂ കേട്ടോ, പൊടി എണ്ണുള്ളൂ. വണ്ടി ഏകദേശം നിൽക്കാൻ തുടങ്ങി. വണ്ടി ഏകദേശം നിന്നില്ലേ നിന്ന് ഒരു തുള്ളി എണ്ണയിട്ട് വണ്ടി നിന്നിരിക്കുന്നു ഗൈസ്. നമ്മൾ പൈപ്പ് മാറ്റി കൊടുക്കുകയാണ്. ഇത്ര എണ്ണ ഉണ്ട് ഒരു പൊടി. ഏകദേശം നമ്മളെ വണ്ടി കിട്ടിയ മൈലേജ് 21 മൈലേജ് കിട്ടിയിട്ടാ. നമുക്ക് ആ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ വണ്ടി ശരിക്കും ഒരു ട്രാഫിക് ഒന്നും കിട്ടണില്ലെങ്കിൽ എത്ര കിട്ടും? 24 എന്തായാലും കിട്ടും. അപ്പൊ നമുക്ക് ഏകദേശം കിട്ടിയ മൈലേജ് നമ്മൾ എടുക്കുമ്പോ 91 ഇപ്പോ 712ആയി. നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ 22 മൈലേജ് കിട്ടി. 22 മൈലേജ്. ബാക്കി പൈപ്പ് മാറ്റി കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാ ഇടാനേ പാടുള്ളൂ. വീട്ടിൽ പോയിരിക്കണം. ഈ ബെൽറ്റ് ഒരു ചെക്ക് ഇരുന്നതിന് ശേഷം ലൂസായി. അടത്ത് മറ്റവന്റെ വണ്ടിയാടാ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തേജസിന് പോലും കൊടുക്കാറില്ല തേജസിന്റെ വണ്ടി ഓടിക്കാൻ. എന്താ പറയാ. അപ്പൊ ഇന്ന് നമുക്ക് എത്ര മൈലേജ് കിട്ടി? 21 മൈലേജ് കിട്ടി. 21 മൈലേജ്. 21 എന്റെ വണ്ടിക്ക് പോലും കിട്ടൂല. അങ്ങനെ കുപ്പി വെച്ചോണ്ടാണ് നമുക്ക് 21 കിട്ടി. അല്ലെങ്കിലും കിട്ടും. പിന്നെ നമുക്ക് ഏകദേശം ഫുള്ള് ഇരുട്ടായി. അപ്പൊ നമ്മളെ വണ്ടി ഒരു 100 റുപ്യന്റെ എണ്ണയിലാണ് 21 കിലോമീറ്റർ പോയത്. 100 റുപ്യന്റെ എണ്ണയില്. അപ്പോ 1 ലിറ്ററിന് 7 റുപ്യത്തെ കുറവുണ്ട്. ഇവിടെ എത്ര 107 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ 7 റുപ്യയും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടി ഒരു 3-4 കിലോമീറ്ററും കൂടി ഓടിയിരുന്നു. എങ്ങനെയായാലും ഇപ്പം നമുക്ക് വണ്ടി നിലവിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ 21 കിലോമീറ്റർ. എനിക്കെന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയാ, അക്കി ഓടിച്ചത് കൊണ്ടാണ് ആ മൈലേജ് കിട്ടിയെന്നാണ് അക്കി പറയണത്. പ്രത്യേകം പറയാൻ പറഞ്ഞു അല്ലേ? ഈ വണ്ടി വിൽക്കരുത്. ഈ വണ്ടി വിൽക്കുകയാണ് എനിക്ക് കാരണം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. വിൽക്കണ ഞാൻ നമുക്ക് അക്കിക്ക് തന്നെ കൊടുക്കാം. അല്ല അയ്യോ, ഇത് ഞാൻ വിൽക്കാൻ ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ വെറുതെ നമ്മൾ പറഞ്ഞു കാര്യമില്ല. ചിലപ്പോൾ ഞാൻ വിൽക്കും. അപ്പൊ ഗൈസ് വിൽക്കണ ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുക? അപ്പൊ ഗൈസ് വണ്ടി എന്തായാലും നമുക്ക് ഒന്നും പറയാനില്ല. 21 മൈലേജ് കിട്ടിയിരിക്കണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ബെൽ ബട്ടൺ എന്തായാലും എന്നാലും നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ള് ഇട്ടായി തുടങ്ങി. അജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടിൽ പോകണം. വണ്ടിനെ പറ്റി വണ്ടീനെ പറ്റി വണ്ടി നൈസാണ് ഗൈസ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാണിത്. ഞാൻ തേജസിനെ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അജിനെ കുറെ കഥകൾ ഉണ്ടാവും വണ്ടിനെ പറ്റിയിട്ട്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ ശരി, നമ്മൾ അജിനെ വീട്ടിലെത്തി.